അനുരാഗ് ഠാക്കൂർജി മൈമുന എന്ന പേര് കണ്ടപ്പോൾ അതൊരു അവസരമായിട്ട് എടുത്തതാണ്. മൈമുന എന്ന പേരും കേരളം എന്ന സംസ്ഥാനം കൂടെ കണ്ടപ്പോൾ ആ മൈമുന എന്ന പേര് മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ ചോദ്യത്തിലേക്കുള്ള മറുപടി. അതാണ് അതിന്റെ വാസ്തവം. അതിന്റെ രാഷ്ട്രീയം മനസ്സിലാകുന്നവർക്ക് അതാണ് വാസ്തവം. രണ്ട്, ഇനി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെയും പക്ഷമായിട്ട് പറയുകയല്ല, ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരങ്ങൾ സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ആയിരുന്നു എന്ന് BJP ഹാൻഡിലുകളോ അല്ലെങ്കിൽ RSS ഹാൻഡിലുകളോ വലതുപക്ഷ ഹാൻഡിലുകളോ പ്രചരിപ്പിക്കുന്നില്ല. ഒരു ഡിഫെൻസീവ് പ്ലേ ആയി ഒരു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം കളിച്ചല്ലേ. ഇപ്പൊ അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെല്ലാം കണ്ടതല്ലേ, ആ പത്രസമ്മേളനം സീരിയസ് ആയി ഇന്ത്യയിലെ വലിയൊരു ശതമാനം ജനങ്ങൾ ഇത് കണ്ടതാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി വന്നില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇവർ കോടതിയിലേക്ക് പോകാൻ സാധ്യതയില്ല. കാര്യം ഇപ്പോ ബോൾ രാഹുൽ ഗാന്ധിയുടെ കോർട്ടിലാണ്. രാഹുൽ അതല്ല, അനുരാഗ് ഠാക്കൂറിന് എന്താണോ രാഹുൽ ഗാന്ധിക്ക് കിട്ടാതിരുന്നത് ആ അതേ രേഖകൾ ഒരു MP ആയിരിക്കുന്ന അനുരാഗ് ഠാക്കൂറിന് എങ്ങനെ കിട്ടി, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് കിട്ടാഞ്ഞത്? അതിന്റെ ഉത്തരം ഓബ്വിയസ് അല്ലേ? അതാ ഉത്തരം, ഓബ്വിയസ് ആയ ഉത്തരം ഞാൻ പറഞ്ഞു മോശമാക്കുന്നില്ല. അതിന്റെ ഉത്തരം അതായത് രാഹുൽ കേൾക്കണമെന്നുണ്ട്. പറയൂ. എന്റെ ധാരണ ഞാൻ പറയാം. രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ഒരു മിഡിൽ ലെവൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന അനുരാഗ് ഠാക്കൂറിനെ കൊണ്ട് അങ്ങനെ ഒരു മറുപടി പറയാൻ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ നേതൃത്വം ചിന്തിച്ചതായിരിക്കാം. BJP അത് ചെയ്തോട്ടെ, ഠാക്കൂർ അതിനുവേണ്ടി ഇറങ്ങുകയും ചെയ്തോട്ടെ. എന്റെ ചോദ്യം അതല്ല, കടലാസ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. നമുക്ക് അറിഞ്ഞൂടെ വേണുജി, അത് ഇലക്ഷൻ കമ്മീഷൻ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റിംഗ് അല്ലേ? പണ്ടാണെങ്കിൽ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റുകയും രണ്ട് ഭരണപക്ഷത്തിന്റെ ആൾക്കാർ വരുമ്പോൾ ഇൻ ഇഫക്റ്റ് അത് ഭരണപക്ഷത്തിന് ആരാണോ താല്പര്യം അവരെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആരോടാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അവരോടാണ് ലോയലിറ്റി. പഴയ സിസ്റ്റം തന്നെയായിരുന്നു നല്ലത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ രാഹുൽ